നമസ്കാരം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ കിസ് എന്ന പരിപാടിയാണ്. ഓക്കെ. പേര് പറഞ്ഞോളൂ, ആരാണ്? ഹനിയ കാസിം. ഹനിയ കാസി ഇപ്പോ ഏത് ദ്വീപാ? കവരത്തി. കവരത്തിക്കാരി തന്നെയാണോ? അല്ല, എന്റെ ഉപ്പച്ചി കവരത്തിലാ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മോള് സ്വദേശി ഏതാണ് ശരിക്കും? കടുമർ. ഇവിടെ കവരത്തിയിൽ വന്നിട്ട് കുറെ കാലങ്ങളായോ? ആ. ഏത് ക്ലാസ് മുതലാണ് ഇവിടെ വന്നത്? 4ന്റെ പകുതിയില്. 4ന്റെ പകുതിയിൽ വന്നു. ഓക്കെ. ഇപ്പൊ ഏതാ ക്ലാസ്? 6. ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ആ. ഏത് സ്കൂളാ? GSS കവരത്തി. 5 വരെ എവിടെയായിരുന്നു പഠിച്ചത്? 5 ഈസ്റ്റ്. കവരത്തിയിൽ വന്നത് തൊട്ട് ഈസ്റ്റിലായിരുന്നു അല്ലേ? ആ. പിന്നെ ഇപ്പോൾ GSS കവരത്തിയിലാണ്, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹനിയ കാസിം അല്ലേ? ആ. ഓക്കെ. ഹനിയക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ഇഷ്ടമാണ്. ആ. അപ്പോൾ സോഷ്യൽ സയൻസിൽ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ 3 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അല്ലേ? ആ. എങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയോ സ്കൂളിൽ? ആ. ഒന്നാമത്തെ പാഠം തുടങ്ങി. ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ ദ എർത്ത്. ഓക്കെ. ജോഗ്രഫി ആണ് അല്ലേ? ആ. ഇപ്പോൾ ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇത് 3ഉം നമ്മൾക്കിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ട് അല്ലേ സോഷ്യലിലെ? ആ. ഓക്കെ. അതിൽ ജോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കൂടുതലും സോളാർ സിസ്റ്റത്തെ കുറിച്ചാണോ അതിൽ പറയുന്നത്? അല്ല, മാപ്പിനെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചും. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആണോ സോളാർ സിസ്റ്റം വരുന്നത്? അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഗ്ലോബ്, മാപ്പ് അതൊക്കെ വേറെ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല, ഒരു പാഠത്തിൽ തന്നെ പഠിപ്പിക്കണതാണ്. ഓക്കെ. അല്ലാതെ ചാപ്റ്റർ ആയിട്ടില്ല ഗ്ലോബ്, മാപ്പ്, അത് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടൊന്നുമില്ല? ഇല്ല. അപ്പോൾ ഹനിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് സോഷ്യലാണ്. ആ. സോഷ്യൽ ഇഷ്ടപ്പെടാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാരണം എല്ലാവർക്കും ഭയങ്കര മടുപ്പ് പറയുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. പഠിക്കാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി എഴുതി പഠിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹനിയക്ക് അതിൻ്റെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല? ഇല്ല. അപ്പോൾ ഇഷ്ടത്തോടെ തന്നെയാണോ കൂടുതലും സോഷ്യലൊക്കെ പഠിക്കുന്നത്? ആ. ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ? ആ. ഏത് ക്ലാസ് മുതലാണ് ട്യൂഷന് പോകാൻ തുടങ്ങിയത്? 4. അന്ന് പോകുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും ക്ലാസ്സിന് പോകുന്നത്? അതെ. ഓക്കെ ഓക്കെ. കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാം അല്ലേ? ആ. നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ ഹനിയ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഹനിയക്ക് ഇവിടെ നിന്ന് സമ്മാനം കിട്ടും. ഓക്കെ. ഓക്കെ. അതിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്? 28. 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 8. വെരി ഗുഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് എത്രാമത് ലോകകപ്പാണ്? 48. 48ഓ? ഉറപ്പാണോ? ഇല്ല. പിന്നെ എത്രയാ? എത്രാമത് ലോകകപ്പാണ് 2026 നടക്കുന്നത്? ആൻസർ പറയാമോ? അറിയില്ല. അറിയില്ല. അപ്പോൾ ഉത്തരം ഇല്ല. അതിൻ്റെ ആൻസർ 23. അനിയ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ 48 ഇല്ലേ, ഈ 48 പറഞ്ഞത് ശരിക്കും അതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം അല്ലേ? ആ. 48 ടീമുകളാണ് ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. 23ാമത് ലോകകപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഹനിയക്ക് പറയാമോ? കാനഡ, മെക്സിക്കോ. കാനഡ, മെക്സിക്കോ, പിന്നെ ഒന്നുകൂടിയുണ്ട് അമേരിക്ക. അമേരിക്ക. വെരി ഗുഡ്. ഇങ്ങനെ ഈ 3 രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ഈ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. 48 ടീമുകളാണ് 2026 ഫിഫ ലോകകപ്പിൽ മത്സരിക്കുന്നത് അല്ലേ? ഇതുവരെ നടന്ന മത്സരങ്ങളിൽ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുൾപ്പെടെയുള്ള 19ലധികം ടീമുകൾ ഇതിനകം തന്നെ നോക്കൌട്ട് റൗണ്ടായ റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. പിന്നെ ഹനിയക്ക് ഫുട്ബോളൊക്കെ എങ്ങനെ ഇഷ്ടമാണോ? ഞാൻ കളിച്ചിട്ടുണ്ട്. ഓ, കളിച്ചിട്ടുണ്ടോ? എവിടെന്നാ? ഇവിടെ കവരത്തില്. ഈ സുബ്രതോ മുഖർജി അതിന്റെ എന്തെങ്കിലാണോ? അല്ല, അങ്ങനല്ല. പിന്നെ മറ്റാണ് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. സ്കൂൾ വൈസ് ആണോ? സ്കൂൾ വൈസ് ഒന്നുമല്ല. വെക്കേഷൻ ടൈമിൽ കളിക്കാൻ കൂട്ടിയപ്പോ അതിലെന്തോ ടൂർണമെന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ കളിച്ചു. ഓക്കെ ഓക്കെ. ഇവിടത്തെ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അതെന്തെങ്കിലും ആണോ? ആ, അതെ. ഓക്കെ ഓക്കെ. ടീം എങ്ങനെയാ സെലക്ട് ചെയ്തപ്പോ? അത് ഞങ്ങളുടെ കോച്ചുമാര് നോക്കിയതാണ് ഞങ്ങള്. ഓക്കെ. അങ്ങനെ അവർ സെലക്ട് ചെയ്തെടുത്താണല്ലേ കളിക്കുന്ന പിള്ളേരെ നോക്കിയിട്ട്? അതെ. അപ്പൊ അങ്ങനെ ഹനിയക്ക് അതിൽ സെലക്ഷൻ കിട്ടി? യെസ്. അങ്ങനെ കളിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് കിട്ടി. ഓ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് കിട്ടി. എത്ര ടീം ഉണ്ടായിരുന്നു മൊത്തം? 6. ഓ, 6 ടീമുകൾ ഉണ്ടായിരുന്നോ? അതിൽ ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പൊ ഹനിയ നല്ല മിടുക്കിയാണ്, കളിക്കാനൊക്കെ അറിയാലേ. ഇപ്പൊ ഈ ഫിഫ വേൾഡ് കപ്പ് കാണാറുണ്ടോ?
അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാണ്? പോർച്ചുഗൽ. പോർച്ചുഗലിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? റൊണാൾഡോ. ഓക്കെ, അപ്പോൾ റൊണാൾഡോ ഫാനാണല്ലേ? ആ, റൊണാൾഡോ ഫൈനൽ വരെ എത്തോ? എത്തും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലേ? എതിർ ടീം ആരെയാണ് വേണ്ടത് ശരിക്കും? അറിയത്തില്ല. മെസ്സി ഇഷ്ടമല്ല? ഇല്ല. ഇഷ്ടമില്ല? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം കൂടുതൽ പേർക്കും റൊണാൾഡോനെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ മെസ്സിയെ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈനൽ വന്നാൽ കുറേ പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. കാരണം രണ്ടും നല്ല ഇഷ്ടമുള്ള ടീമുകളാണ് രണ്ടും. അങ്ങനെ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹനിയക്ക് അതിൻ്റെ പ്രശ്നമല്ല. ഹനിയക്ക് എന്തായാലും അർജൻറ്റീനയെ ഇഷ്ടമല്ല, അതുകൊണ്ട് പോർച്ചുഗലിൻ്റെ ഒപ്പം നിൽക്കുള്ളൂ അല്ലേ? അതെ. ഓക്കെ ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. 2025 ജനുവരി 2-നാണ് അദ്ദേഹം കേരളത്തിൻ്റെ 28ാമത് ഗവർണറായി ചുമതലയേറ്റത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇപ്പോൾ ലോക് ഭവൻ കേരള എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപിൽ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ദ്വീപ് ഏതാണ്? കവരത്തി. ഉത്തരം തെറ്റാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അഗത്തി. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഇൻ ഇന്ത്യ. ഹലോ. ഹനി ഉത്തരം പറഞ്ഞോളൂ. കാഞ്ചൻജംഗ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8586 മീറ്റർ ഉയരമുള്ള കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൂടിയാണ്. സിക്കിം സംസ്ഥാനത്തിനും നേപ്പാളിനും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നുള്ളത് മൗണ്ട് K2 എന്നും കൂടി നമുക്ക് കാണാം. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മൗണ്ട് K2 എന്നും കൂടി കാണും. പക്ഷേ ഉത്തരം വരുന്നത് കാഞ്ചൻജംഗയാണ്. അതിനുള്ള കാരണം പറയാം. പാക് അധീന കാശ്മീരിലെ കാരക്കോറം മലനിരകളിലുള്ള മൗണ്ട് K2 ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8611 മീറ്റർ. 8586 എന്ന് പറയുന്നത് കാഞ്ചൻജംഗയുടെ ഉയരമാണ്. 8611 മീറ്റർ. അതാണ് നമ്മുടെ മൗണ്ട് K2ന്റെ ഉയരം. എന്നാൽ രാഷ്ട്രീയമായി തർക്കത്തിലുള്ള പ്രദേശമായതിനാലാണ് പൂർണ്ണമായും ഇന്ത്യയുടെ അധീനതയിലുള്ള കാഞ്ചൻജംഗയെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായി കണക്കാക്കുന്നത്. ഓക്കെ. അനിയ കാസിം, വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയുണ്ട്? ഞാനും അച്ഛനും അമ്മയും. ഒറ്റ മോളാണ്? ബാപ്പയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഉമ്മയുടെയും ബാപ്പയുടെയും പേരൊക്കെ എന്തെന്ന് പറ. ഉമ്മയുടെ പേര് ജനീക ബീഗം, ബാപ്പയുടെ പേര് മുഹമ്മദ് കാസിം. അല്ല, ഉമ്മയുടെ പേര് എന്തെന്നാ? ജനീക ബീഗം. ജനീജ എന്നാണോ? ജനീക. അതെ. ഓ, അതെന്താ അങ്ങനെ ഒരു വെറൈറ്റി പേര് ജനീക? ഹനിക്ക് തോന്നിയിട്ടില്ലേ എന്നും കേൾക്കാത്തൊരു പേരാണല്ലോ എന്റെ ഉമ്മയുടെ എന്ന്? അത് എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ ഉമ്മയോട്? കൊറേ ചോദിച്ചു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചിയുടെ ബാപ്പ എത്തതാണെന്ന്. ഓ, ഓക്കെ. ഹനിയുടെ ബാപ്പ കടമൻ സ്വദേശിയാണല്ലേ? ഇല്ലല്ല, അമ്മിനി. അമ്മിനി. ഹനിയുടെ ബാപ്പ അമ്മിനി, ഉമ്മ കടമാണ് അല്ലേ? അതെ. ഓക്കെ. എന്നാലും ജനീക ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും നല്ലൊരു പേര്. നമുക്ക് പെട്ടെന്നൊന്നും മറന്നു പോകില്ലല്ലോ ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോൾ അല്ലേ? ഹനിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ ഉമ്മയുടെ പേരിന്റെ? അതറിയില്ല. അറബിക് നെയിമാണ്. അറബിക്ക് എന്തോ പേരാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം അല്ലേ കേൾക്കുമ്പോ? എന്തോ ഒരു വെറൈറ്റി. നമ്മളെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പേര് ജനീക. എന്തായാലും ഉമ്മയോട് പറയട്ടോ നല്ല പേരാണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്, അതായത് വെൻ ഈസ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ്? അറിയത്തില്ല. അതിന്റെ ഉത്തരം വരുന്നത് ജൂലൈ 1. ഓക്കെ, ജൂലൈ 1, അതായത് നാളെയാണ് നമ്മുടെ ഇന്ത്യയിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിനം. പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമ ബംഗാളിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയുടെ ജന്മദിനവും ചരമവാർഷികവുമാണ് ഈ ദിവസമായി ആചരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സംഭാവനകളെ മാനിച്ചുകൊണ്ട്
1991 മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. കിട്ടിയോ? ഓക്കെ. എളുപ്പത്തിന് പഠിക്കാനായിട്ട് BC റോയ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. 7ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5 മണിക്കൂർ. വെരി ഗുഡ്. 5 മണിക്കൂർ, അതിൻ്റെ കൂടെ കുറച്ച് മിനിറ്റുകളും കൂടിയുണ്ട്. 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് ഉത്തരം ശരിയാണ്. വെരി ഗുഡ് ഹനിയ. ഇത് പഠിച്ചു കഴിഞ്ഞോ നിങ്ങളിപ്പോൾ സോഷ്യലില്? അതെ. പഠിച്ചു കഴിഞ്ഞോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തൊക്കെയാ കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, മാപ്പ്, ഗ്ലോബ്, ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടല്ലേ മോളെ വരുന്നത്? ഇല്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എല്ലാം ഉണ്ടോ? ഓക്കെ. അപ്പോൾ എന്തായാലും ഉത്തരം ശരിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റുമാണ് മുന്നിലായിട്ടുള്ളത്. അടുത്ത 8ാമത്തെ ചോദ്യം, സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അതിനൊരു ക്ലൂ തരാം. നമ്മുടെ കേരളത്തിലാണ് ആ ജില്ല വരുന്നത്. അറിയത്തില്ല. എന്നാലും വെറുതെ ഒന്ന് ഗസ് ചെയ്തോ. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ഏറ്റവും വലിയ ഒരു ജില്ലയാണ്. ഇനി ക്ലൂ ഇല്ല കേട്ടോ തരാൻ. ഏറ്റവും ചൂടുള്ള ജില്ല ഏതാ കേരളത്തിൽ? പാലക്കാട്. അതാണ് ഉത്തരം. എന്നാ ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞ ഉത്തരം ഏതാ? പാലക്കാട്. ഓക്കെ, പാലക്കാട് ശരിയാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ നിത്യഹരിതവനം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു മാർക്ക് ശരിക്കും എനിക്ക് തരേണ്ടതാണ് കേട്ടോ. ഓക്കെ. അടുത്ത 9th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിച്ച് ഈസ് ദ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപാണ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപാണ്. അവിടെയുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം കന്യാകുമാരി. ഉത്തരം തെറ്റ്. കന്യാകുമാരി ഒന്നും അല്ല. ഒരു ചെറിയൊരു ക്ലൂ തരാം. ഇനി എന്തായാലും ഉത്തരം തെറ്റാണ്, ചുമ്മാ ഒന്ന് ഗസ് ചെയ്യുക. അതിനൊരു ക്ലൂ തരാം. നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. അതായത് ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അതാണ് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം. ഇന്ദിരാ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കിട്ടിയോ? ഇതിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത്, ഇപ്പോൾ നമ്മൾ ചോദിച്ചത് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതെന്നാണ്. അതായത് ഇന്ത്യൻ ടെറിട്ടറിയുടെ, ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഇപ്പോൾ മോള് പറഞ്ഞ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലുള്ള ഇന്ദിരാ പോയിന്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. എന്നാൽ ഈ ചോദ്യം വേറൊരു രൂപത്തിൽ വരാം. ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ, ഇന്ത്യൻ മെയിൻ ലാൻഡിൻ്റെ തെക്കേ അറ്റം ചോദിച്ചാൽ മോള് പറഞ്ഞു തമിഴ്നാട്ടിലെ കന്യാകുമാരി പറഞ്ഞില്ലേ? അതാണ് അപ്പോൾ വരാം. കാരണം അത് ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ സോഷ്യലില്? ഇല്ല. ഇതൊക്കെ പഠിക്കാനുണ്ട്. എന്തായാലും അതൊക്കെ പഠിക്കൂട്ടോ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് റിലീസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം തെറ്റിപ്പോയി. ഓക്സിജൻ ആണ് ആ സമയത്ത് പുറത്തു വിടുന്നത്. ഉള്ളിലേക്ക് എടുക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. മാറിപ്പോയി. അത് മാറിപ്പോവാറുണ്ട്, സാധാരണ മാറിപ്പോവാറുണ്ട്. ഉത്തരം പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറയാട്ടോ. ഇപ്പോൾ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണല്ലോ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയയുടെ ഉപോൽപ്പന്നമായാണ് ഓക്സിജൻ വാതകം സസ്യങ്ങൾ പുറത്തുവിടുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊന്ന് നോക്കാല്ലേ? 5 മാർക്ക് കിട്ടി. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അനിയ എന്തായാലും വിജയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. 5 ചോദ്യങ്ങൾക്കുള്ള ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. അതിന് വിഷമിക്കൊന്നും വേണ്ട. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ സാധിച്ചല്ലേ ഇപ്പോ? നമ്മുടെ പരിപാടി നമ്മുടെ റേഡിയോ കൂടി വരുമ്പോൾ ഹനിയ ഒന്നുകൂടി കേൾക്കാം. റേഡിയോ കൂടി കേൾക്കുമ്പോൾ അതിന്റെ ആൻസർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഹനിയ അതിന്റെ ആൻസർ പറയണം കേട്ടോ, ആ തെറ്റിപ്പോയതിന്റെ ഒക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല മിടുക്കിയായിട്ട് പഠിക്കുക. സോഷ്യലൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഒരുപാട് അറിവുകളൊക്കെ കിട്ടൂലേ? ഓക്കെ. സോഷ്യൽ ടീച്ചർ ആരാ അവിടെ? അനീസ ടീച്ചർ. ഏത് ഐലൻഡാ? മിനിക്കോയ്. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാൻ മുന്നേറാം.
എല്ലാവിധ ആശംസകളും നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും പരിപാടിയിലേക്ക് വരാം കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ സമ്മാനമായിട്ട് സ്കൂളിലേക്ക് വരാം. അപ്പോൾ കാണാട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.